വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സബ്ജക്റ്റ് ബിൽഡിംഗ് മെറ്റീരിയലാണ്. ബിൽഡിംഗ് മെറ്റീരിയലിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് ബേണിംഗ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ. സിമെൻറ്റിൻ്റെ ബേണിംഗ് പ്രോസസ്സ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ഏതിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. റോട്ടറി കിന്നാണോ, ബുൾ സ്ട്രെഞ്ച് ആണോ, ഹോഫ്മൻസ് ആണോ, ടണൽ കിന്നാണോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് കിന്നാണ്? റോട്ടറി കിന്നാണ് വരുന്നത്. സിമെൻറ്റിൻ്റെത് റോട്ടറി കിന്നാണ്. ബുൾ സ്ട്രെഞ്ചും ഹോഫ്മാൻസും ടണൽ കിന്നും എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്കിൽ വരുന്ന കിൻസാണ്. അതിൽ തന്നെ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്ന ബ്രിക്കിന് വേണ്ടിയിട്ട് വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഹോഫ്മാൻസും, ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ബുൾ സ്ട്രെഞ്ച് കിന്നുമാണ്. ചീഫ് കെമിക്കൽ കോൺസ്റ്റുവൻസ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റിൻ്റെ ചീഫ് കെമിക്കൽ കോൺസ്റ്റുവൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ചീഫ് കെമിക്കൽ അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് ലൈമാണ്. ഇതിൽ ലൈം എന്നല്ല തന്നിരിക്കുന്നത്, ലൈമിൻ്റെ ആ ഒരു കെമിക്കൽ ഫോമുലയാണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ലൈം എന്ന് പറയുമ്പോൾ ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലൈം ഒരു 62 to 67% അല്ലെങ്കിൽ 60 to 67%, ഒപ്റ്റിമം ഒരു 62% ആയിട്ട് എടുക്കാം. ഓരോ പ്രാവശ്യം റേഞ്ചിൽ വ്യത്യാസമൊക്കെ വരുത്തി ചോദിക്കാറുണ്ട്. സോ ഏകദേശം ആ ഒരു 60 to 67%-നകമാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അലുമിനയും നമ്മുടെ സിമെൻറ്റിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. അപ്പോൾ അലുമിന അതിൽ കൊടുക്കുന്നത് ഫ്ലാഷ് സെറ്റിംഗ് ആണ്. അലുമിന പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്ലാഷ് സെറ്റിംഗ് ആണ്. അതുപോലെ തന്നെ സിലിക്ക, നമ്മുടെ ലൈം കഴിഞ്ഞ് അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്ക സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 70 to 25% ആണ് സിലിക്ക വരുന്നത്, 70 to 25%. അതുപോലെ അലുമിന എന്ന് പറയുന്നത് 3 to 8% ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ റേഞ്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ലൈം 62 to 67% ബൈൻഡിങ് പ്രോപ്പർട്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിലിക്ക 70 to 25% സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അലുമിന 3 to 8% ആണ് ഫ്ലാഷ് സെറ്റിംഗ് അല്ലെങ്കിൽ സെറ്റിംഗ് ടൈമിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ അലുമിന പറയുന്നത്. അതുപോലെ തന്നെ ഇതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജിപ്സം. ഈ ജിപ്സം ആദ്യമേ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊന്നും അല്ല ചേർക്കുന്നത്, ഗ്രൈൻഡിങ് കഴിയാറാകുന്ന സമയത്താണ് നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിപ്സം സിമെൻറ്റിൽ 3 to 4% വരെ വരാം. സിമെൻറ്റിൽ ജിപ്സം 3 to 4% ആണ്. ഈ ജിപ്സം എന്ന് പറയുന്നത് ഒരു റിട്ടാർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ജിപ്സം റിട്ടാർഡർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സിമെൻറ്റിന് കളർ കൊടുക്കുന്നത് 2 ആൾക്കാരാണ്. സിമെൻറ്റ് 2 ആൾക്കാരാണ് കൊടുക്കുന്നത്, വേറെ ആരുമല്ല. ഒന്ന് അയൺ ഓക്സൈഡ്, വേറൊന്ന് മഗ്നീഷ്യമാണ്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആ ഗ്രീനിഷ് കളർ കൊടുക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അയൺ ഓക്സൈഡ് ആയിരുന്നു. അയൺ ഓക്സൈഡ് ഒരു 3 to 4%, നമ്മൾ ജിപ്സം പറഞ്ഞില്ല അതേ റേഞ്ച് തന്നെയാണ് അയൺ ഓക്സൈഡ് പറയുന്നത്. മഗ്നീഷ്യം 1 to 3%. എടുത്ത് പറയാം, നമ്മൾ ഈ പെർസെൻറ്റേജ് ഒരു റേഞ്ചാണ് പറയുന്നത്. PSC ചെറിയൊരു വേരിയേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചുമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലുണ്ട്, സൾഫർ. സൾഫർ 1 to 3% ആണ്. സൾഫർ എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ സൗണ്ട്നെസ് ആണ്. ഓക്കെ, സൾഫർ കൊടുക്കുന്നത് സൗണ്ട്നെസ് ആണ്. ദെൻ ഇതിൽ ചെറിയൊരു എമൗണ്ടിൽ ആൽക്കലീസ് കൂടെ വരുന്നുണ്ട്. ചെറിയ എമൗണ്ടിൽ ആൽക്കലീസ് കൂടെ വരുന്നുണ്ട്. ആൽക്കലീസ് 0.2 to 1% ആണ് വരുന്നത്. ആൽക്കലീസ് 0.2 to 1% ആണ് വരുന്നത്. അതുപോലെ സിമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. അതുപോലെ ലാസ്റ്റ് പോകുന്നതിന് മുമ്പ് നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് പോവേണ്ട ഒരു ടോപ്പിക്കാണ് സിമെൻറ്റ്. ഏകദേശമുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും സിമെൻറ്റ്, അതുപോലെ ഫൗണ്ടേഷൻസ്, BCയിലുള്ളതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തേ പോകരുത്. ഇനി സിമെൻറ്റിൽ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. 1400°C to 1500°C ആണ് വരുന്നത്. അതുപോലെ ഈ റോട്ടറി കിന്നിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആ റോട്ടറി കിന്നിൻ്റെ കുറച്ച് ഡയമെൻഷൻസ് ഒന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. റോട്ടറി കിന്നിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 to 120 മീറ്റർ ആണ്. റോട്ടറി കിന്നിൻ്റെ ലെങ്ത് 90 to 120 മീറ്റർ. അതുപോലെ റോട്ടറി കിന്നിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 to 3 മീറ്റർ ആണ്. അപ്പോൾ റോട്ടറി കിന്നിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 to 120യും അതിൻ്റെ ഡയമീറ്റർ 2.5 to 3 മീറ്റർ ആണ് വരുന്നത്. ഇനി റോട്ടറി കിൻ ഇരിക്കുന്നത് ചെറിയൊരു ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത്. സോ ആ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 1 in 25 to 1 in 30 ആണ് വരുന്നത്. ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 1 in 25 to 1 in 30. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
What is the name of the term for hard, brownish, unglazed, vertified ceramic materials used for architectural ornamentation? Architectural ornamentation എന്നവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കളർ നോക്കുക, നമ്മൾ ഏതാണ് വൈറ്റ് കളർ ആയിരുന്നെങ്കിൽ നമുക്ക് പോർസലിനൊരു ഡൗട്ട് വന്നേനെ. പക്ഷേ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹാർഡാണ്, ബ്രൗണിഷ് കളറാണ് വരുന്നത്, അൺഗ്ലേസ്ഡ് വെർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് ടെറാക്കോട്ടയാണ്. ആൻസർ ടെറാക്കോട്ടയാണ് വരുന്നത്. ടെറാക്കോട്ടയെ നമ്മൾ ബാക്ക്ഡ് എർത്ത് എന്നൂടെ പറയും. ഹാർഡ്, ബ്രൗണിഷ്, അൺഗ്ലേസ്ഡ് വെർട്ടിഫൈഡ് സെറാമിക് മെറ്റീരിയലാണ്. ആർക്കിടെക്ചറൽ ഓർണമെൻറ്റേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുപോലെ ടെറാക്കോട്ട പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയാം. ടെറാക്കോട്ട നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഫർണസിനെ പറയുന്ന പേരെന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. മഫിൾ ഫർണസ് ആണ്. ഓക്കെ, മഫിൾ ഫർണസ്, ടെറാക്കോട്ട ചെയ്യുന്ന ആ ഒരു ഫർണസിനെ മഫിൾ ഫർണസ് ആണ്. അറ്റ് 1200 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ടെറാക്കോട്ട ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഇനിഷ്യൽ ടെമ്പറേച്ചർ കാണും. ആ ഇനിഷ്യൽ ബേൺ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റ് 650 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമ്മൾ ബിസ്ക്യൂട്ടിംഗ് അല്ലെങ്കിൽ ബിസ്ക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇത് ഇത്രയും കൂടെ ഒന്ന് നോക്കിയിരിക്കുക. What will happen when vertical and inclined surface are too thickness painted? സോ പെയിൻറ്റിങ്ങിൻ്റെ ഡിഫക്റ്റിൽ വരുന്നതാണ്. ഇൻക്ലൈൻഡും വെർട്ടിക്കൽ ഡയറക്ഷനിൽ തിക്കായിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, സാഗിങ് ആണ്. ഇതേ സമയം ഹൊറിസോണ്ടലി തിക്കായിരുന്നു എങ്കിൽ നമ്മൾ പറയുന്നത് വ്രിങ്ക്ലർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രൗളിംഗ് എന്നുകൂടെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ബ്ലിസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ബബിൾസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലിസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫ്ലേക്കിംഗ് എന്ന് പറയുമ്പം നമ്മുടെ ലൂസ് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് നമുക്ക് ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലൂസ് മാസ് പോലെയൊക്കെ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഡൾ പാച്ചസ് ആണ് വരുന്നത്. ഓക്കെ, ബ്ലൂം എന്ന് പറയുന്നത് ഡൾ പാച്ചസ് ആണ്. അതുപോലെ തന്നെ ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത് ലൂസ് മാസായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ്. ബ്ലിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബബിൾ ഫോർമേഷൻ. ഓക്കെ, ഇതല്ലാതെ തന്നെ ഫെയ്ഡിങ് ഉണ്ട്. നമ്മുടെ കളർ ഗ്രാജുവലി ലോസ് ആയി പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫെയ്ഡിങ് എന്നാണ് പറയുന്നത്. ഗ്ലോസി പാച്ചസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഫ്ലാഷിംഗ് എന്ന് പറയും. അതുപോലെ ഒപ്പാസിറ്റി കുറവാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒപ്പാസിറ്റി ഇല്ല എങ്കിൽ അതിന് ഗ്രിന്നിങ് എന്നാണ് പറയുന്നത്. എല്ലാ ഏരിയയും കവർ ചെയ്യാതെയാണ് പെയിൻറ്റിങ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെയിൻറ്റ് എല്ലാ ഏരിയയിലും കവേർഡ് ആവുന്നില്ല, ചെറിയ ഏരിയയിൽ അൺകവേർഡ് ആണെങ്കിൽ അതിനെ നമ്മൾ റണ്ണിങ് എന്നാണ് പറയുന്നത്. സോപ്പ് പാച്ചസ് ഫോം ചെയ്യുകയാണെങ്കിൽ സപ്പോണിഫിക്കേഷൻ എന്നുകൂടെ പറയുന്നുണ്ട്. ഇത്രയും ഡിഫക്ട്സ് പെയിൻറ്റിൽ അറിഞ്ഞിരിക്കണം. The most common materials used as vehicle of a paint is, മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ആരെയാണ്? നമ്മൾ ലിൻസീഡ് ഓയിലിനെയാണ് യൂസ് ചെയ്യുന്നത്. വെഹിക്കിളിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് കാരിയർ. അപ്പോൾ ലിൻസീഡാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓർഡിനറി വർക്കുകൾ ഒക്കെ വരെയാണ്, അല്ലെങ്കിൽ ലെസ് ഡ്യൂറബിൾ ആയിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ നട്ട് ഓയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഫോക്കസ് ചെയ്ത്, അല്ലാതെ ടങ്ക് ഓയിലും പോപ്പി ഓയിലൊക്കെ ഉണ്ട്. The rock which are formed from molten magma are called. molten magma സോൾഫൈ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന റോക്ക് ഇഗ്നിയസ് റോക്സ് ആണ്. അതുപോലെ ഒരു പാരൻറ്റ് റോക്കിൽ നിന്ന് ഡിസിൻറ്റഗ്രേഷനും വെതറിംഗ് പ്രോസസ്സും ചെയ്ത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സെഡിമെൻ്ററി ആണ്. മെറ്റാമോർഫിക് ആക്ഷൻസ് ബേസ് ചെയ്തിട്ട് വരുന്നത് മെറ്റാമോർഫിക് റോക്കാണ്. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസ്നറി ബ്രിക്ക്. മേസ്നറി ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേസിക് മാത്രമല്ല, പ്രീവിയസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് സൈസ് അല്ലെങ്കിൽ മോഡുലാർ സൈസ്, അതുമല്ലെങ്കിൽ റെക്കമെൻഡഡ് സൈസ് ഓഫ് എ ബ്രിക്ക് എന്നൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ വരുന്നത് 19 × 9 × 9 സെൻറ്റിമീറ്റർ എന്നാണ്. 19 × 9 × 9 സെൻറ്റിമീറ്റർ. ഇതേ സമയം അവർ ചോദിക്കുന്നത് നോമിനൽ സൈസ് ഓഫ് എ ബ്രിക്ക് എന്നായിരുന്നു എങ്കിൽ, നോമിനൽ എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് മോട്ടാറാണ്. അപ്പോൾ എന്ത് വരും? 20 × 10 × 10 സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് നോൺ മോഡുലാർ അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി കൂടെ ഉണ്ട്. ഏതാണ്? നോൺ മോഡുലാർ ഓർ ട്രഡീഷണൽ ബ്രിക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, ഇതിൽ തന്നെ നോമിനലും ഉണ്ട് സ്റ്റാൻഡേർഡും ഉണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് സൈസ് 22.4 × 11.4 × 7 സെൻറ്റിമീറ്റർ. ഇതിന് റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുള്ളത്. സോ ഇങ്ങനൊരു വാല്യൂ ഇവിടെ ഉണ്ട്, 22.4 × 11.4 × 7 സെൻറ്റിമീറ്റർ. ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ 23 × 11 × 7 സെൻറ്റിമീറ്റർ എന്ന് നോർമലി പറയാറുണ്ട്. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് വാല്യൂ പറഞ്ഞു.
ഇതിൽ തന്നെ നോമിനൽ കുറച്ച് കറക്റ്റായിട്ട് ഞാൻ പറയുവാണെങ്കിൽ 22.86 ഇൻറ്റു 11.43 ഇൻറ്റു 7.6 സെൻറ്റിമീറ്റർ എന്ന് പറയും. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ട്രഡീഷണൽ ബ്രിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രിക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സോയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് കോട്ടൺ സോയിലാണ് വരുന്നത്. ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അപ്പോൾ ഇനിഷ്യൽ സെറ്റിംഗ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സ് ആണ് വരുന്നത്. ഇമ്പാക്റ്റ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഇമ്പാക്റ്റ് ടെസ്റ്റ് ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹാർഡ്നെസ് അല്ല, ടഫ്നെസ് ആണേ. ടഫ്നെസ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രീവിയസിലൊക്കെ വന്നപ്പം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരുന്നു. ലോസ് ഏഞ്ചൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ഹാർഡ്നെസ്. അത് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ ഹാർഡ്നെസ്സും വിയറിങ്ങും ഒരുമിച്ച് വരുന്ന ടെസ്റ്റാണ്. അതുപോലെ ഹാർഡ്നെസ്സിന് മാത്രമാണെങ്കിൽ ഡോറീസ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. വിയറിങ്ങിന് മാത്രമാണെങ്കിൽ നമ്മൾ അട്രീഷൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഡയവൽസ് അപ്പാരറ്റസ് ആണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് നോക്കിയിരിക്കുക. ഇമ്പാക്റ്റ് എന്ന് കണ്ടാലേ ശ്രദ്ധിക്കുക, അത് ടഫ്നെസ് ആണ് അവർ മീൻ ചെയ്യുന്നത്. Which of the following constituents impart the uniform shape to the brick? ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത് ആരെന്നാണ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ബ്രിക്കിന് യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത് സിലിക്കയാണ്. അതുപോലെ തന്നെ സിലിക്ക എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 50 to 60% ആണ്. മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ ക്രാക്കിംഗ്, വാർപ്പിംഗ്, ശ്രിങ്കേജ് ഒക്കെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യും. നമ്മൾ ഈ സിലിക്കയുടെ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ കൊഹഷൻ അത് ബാധിച്ചിരുന്നു വെച്ചാൽ പാർട്ടിക്കിൾസിനിടയിലുള്ള കൊഹഷൻസ് റെഡ്യൂസ് ചെയ്ത് ബ്രിക്ക് ബ്രിട്ടിലായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ അലുമിനയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അലുമിന 20 to 30% ആണ് വരുന്നത്. മെയിൻ പർപ്പസ് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യാന്നുള്ളതാണ്. ലൈമ് ഒരിക്കലും 5%-നേക്കാളും ഗ്രേറ്റർ ആവാൻ പാടില്ല. അയൺ ഓക്സൈഡ് 5 to 6% ആണ് വരുന്നത്. അതുപോലെ ലൈമ് ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അയൺ ഓക്സൈഡ് എന്ന് പറയുമ്പം കളർ കൊടുക്കാൻ വേണ്ടി, അതും റെഡ് കളർ കൊടുക്കാൻ അയൺ ഓക്സൈഡും യെല്ലോ ടിൻറ്റ് കൊടുക്കാൻ മെഗ്നീഷ്യം ആണ് എടുക്കുന്നത്. ഇത്രയും ഇതിലൊന്ന് അറിഞ്ഞിരിക്കുക. ദ കോമൺലി യൂസ്ഡ് ലൈം ഇൻ വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം ആണ് നമ്മൾ വൈറ്റ് വാഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫാറ്റ് ലൈമിൻ്റെ പേര് കൂടെ, അതർ നെയിംസ് കൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ഹൈ കാൽസ്യം ലൈം, പ്യുവർ ലൈം, റിച്ച് ലൈം, വൈറ്റ് ലൈം, കോമൺ ലൈം. ഒന്നുകൂടെ പറയാം. ഹൈ കാൽസ്യം ലൈം, പ്യുവർ ലൈം, റിച്ച് ലൈം, വൈറ്റ് ലൈം, കോമൺ ലൈം. ഇതൊക്കെയാണ് ഫാറ്റ് ലൈമിന് പറയുന്ന മറ്റു പേരുകൾ. അതുപോലെ ക്ലേ കണ്ടൻറ്റ് 5% കുറവ് മാത്രമേ ഫാറ്റ് ലൈമിലുള്ളൂ. ബാക്കി കാൽസ്യം ഓക്സൈഡ് 95% ഉണ്ട്. ഇത് റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കാൽസ്യം ഓക്സൈഡ് 95%, ക്ലേ കണ്ടൻറ്റ് 5%-നേക്കാളും കുറവാണ്. ക്ലേയുടെ കണ്ടൻറ്റ് കുറയുന്നതനുസരിച്ച് ഹൈഡ്രോളിസിറ്റിയും കുറയുന്നുണ്ട്. അതുപോലെ സ്ലേക്കിംഗ് റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അടുത്ത ടിമ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡിഫക്റ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ പ്രോസസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ എ മാനുഫാക്ചേർഡ് പീസ് ഓഫ് ടിമ്പർ ഈസ് നോൺ ആസ്. മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കൺവേർഷൻ ചെയ്യുന്ന സമയത്തുള്ള ഡിഫക്റ്റാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒറിജിനൽ റൗണ്ടഡ് സർഫസ് വരുന്നത് ഏതിൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? വെയിനിലാണ്. ബാക്കി ചിപ്പ് മാർക്ക് എന്ന് പറയുമ്പം ഇംപ്രോപ്പറായിട്ട് പ്ലെയിൻ ചെയ്താൽ, പ്ലെയിനിങ് കറക്റ്റ് അല്ല എങ്കിൽ വരുന്ന ഡിഫക്റ്റാണ് ചിപ്പ് മാർക്ക്. ടൂൾസ് ഒക്കെ വന്ന് വീഴുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫക്റ്റാണ് ടോൺ ഗ്രെയിന്. അതുപോലെ ഇംപ്രോപ്പറായിട്ടുള്ള സോവിങ് കാരണം ഉണ്ടാവുന്നതാണ് ഡയഗണൽ ഗ്രെയിൻ. 4 എണ്ണമാണ് മെയിനായിട്ട് കൺവേർഷനിൽ വരുന്ന ഡിഫക്റ്റ്. ദ ബൾക്ക് ഡെൻസിറ്റി ഓഫ് ഹെവി മോട്ടാർ ഈസ് മോർ ദാൻ. നോർമലി പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എന്തെന്ന് പറയും? 15 kN എന്ന് നമുക്കറിയാം. സോ കറക്റ്റ് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ kN/m³ ആണ് വരുന്നത്. 15 kN/m³ കൂടിയതിനെയാണ് നമ്മൾ ഹെവി മോട്ടാറെന്നും കുറഞ്ഞതിനെ ലൈറ്റ് വെയ്റ്റ് എന്നും പറയും. ഓക്കെ, ലൈറ്റ് മോട്ടാർ എന്നും പറയും. വിച്ച് ടൈപ്പ് ഓഫ് പെയിൻറ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ഷോറൂം, ഓഡിറ്റോറിയം എറ്റ്സെട്ര. ഷോറൂമിലും ഓഡിറ്റോറിയത്തിലും ഒക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പെയിൻ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ IS കോഡ് ഫോർ സ്പെസിഫിക്കേഷൻസ് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ IS സ്പെസിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ മാക്സിമം സിമെൻറ്റിൻ്റെ കോഡ് ബുക്ക് എല്ലാം നിങ്ങളൊന്ന് ബൈഹാർട്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. IS 269/1989 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് ഫോമിങ് വൈറ്റ് പാച്ചസ് ഇൻ ബ്രിക്സ് while soaking in water for 24 hours is due to the presence of.
ഓക്കെ, അപ്പോൾ നമ്മൾ 24 hours സോക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ എന്തിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. വൈറ്റ് പാച്ചസ് വരുന്ന ആ ഒരു ബ്രിക്കിൽ വൈറ്റ് പാച്ചസ് വരുന്ന 24 hours നമ്മൾ ബ്രിക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വിചാരിക്കാം. സോ അത് എടുക്കുന്ന സമയത്ത് എനിക്ക് ബ്രിക്കിൻ്റെ പുറത്ത് വൈറ്റ് പാച്ചസ് ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് കാരണമായിരിക്കും ആ വൈറ്റ് പാച്ചസ് ഫോം ചെയ്തിട്ടുണ്ടാവുക? അൺഡിസൈറബിൾ ആൽക്കലീസ് ആണ്. അൺഡിസൈറബിൾ ആൽക്കലീസിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു വൈറ്റ് പാച്ചസ് ഫോം ചെയ്തത്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ ഫ്രം പോറസ് ഓഫ് സ്റ്റോൺസ് ഈസ് കോൾഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അത് സ്റ്റോണിലായിക്കോട്ടെ ടിമ്പറിലായിക്കോട്ടെ എന്ത് തന്നെയാണ് പറയുന്നത്? സീസണിങ് എന്നാണ് പറയുന്നത്. ഇനി ആ ഒരു വലിയ റോക്കിൽ നിന്ന് അല്ലെങ്കിൽ കോറയിൽ നിന്ന് നമ്മുടെ സ്റ്റോൺസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കോറിയിങ്. അതിനെ കറക്റ്റ് ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഡ്രസ്സിങ് എന്നും പറയാറുണ്ട്. The name of the timber piece whose breadth and thickness exceed 50 mm but the length is less than 200 mm. അതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ബ്രെഡ്ത്തും തിക്നെസ്സും 50 മേളിലാണ്, പക്ഷേ ലെങ്ത് 200-നേക്കാളും കുറവാണ്. സോ ആൻസർ വരുന്നത് സ്കാൻലിംഗ് ആണ്. അത് ഫുൾ ആ ഒരു സൈസസ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ആക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം എല്ലാം പ്രീവിയസ് കണ്ടിട്ടുണ്ട്. ഇതിലുള്ള കോട്ടറിങ്ങിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ടിമ്പർ പീസസിൻ്റെ ക്രോസ് സെക്ഷൻ സൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 50 to 150 mm ആണ് വരുന്നത്. ഇതിൻ്റെത് ഒരു 50 to 150 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡീലെന്ന് പറയുന്നത് ഡീലിൻ്റെ തിക്നെസ് 50 to 100 mm ആണ് വരുന്നത്. ഡീലിൻ്റെ തിക്നെസ് 50 to 100 mm ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ 230 mm ആണ് വരുന്നത്. ബൗൾക്ക് എന്ന് പറയുമ്പോൾ തിക്നെസ് ഈസ് ഗ്രേറ്റർ ദാൻ 50 mm, ലെങ്ത്ത് ഗ്രേറ്റർ ദാൻ 200 mm. അപ്പോൾ നമ്മുടെ വ്യത്യാസം മനസ്സിലായില്ലേ? സ്കാൻലിംഗ് എന്ന് പറയുമ്പം തിക്നെസ്സും വിഡ്ത്തും ഒക്കെ 50 mm-നേക്കാളും ഗ്രേറ്റർ ആണ്, പക്ഷേ ലെങ്ത് വന്നപ്പോൾ 200-നേക്കാളും കുറവാണെങ്കിൽ സ്കാൻലിങ്ങും 200-നേക്കാളും ഗ്രേറ്റർ ആണ് ലെങ്ത് എങ്കിൽ അതിനെ ബൗൾക്കെന്നും ആയിരിക്കും പറയുന്നത്. Which compound is responsible for the initial setting of Portland cement? ഇനിഷ്യൽ സെറ്റിംഗ് ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റിന് മെയിനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ബോക്സ് കോമ്പൗണ്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ സെറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ട്രൈ കാൽസ്യം അലുമിനേറ്റ് ആണ്. ട്രൈ കാൽസ്യം അലുമിനേറ്റ് അത് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പോർഷൻ കൂടെയാണ് ബോക്സ് കോമ്പൗണ്ട്. ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം അലുമിനേറ്റ്, ടെട്രാകാൽസ്യം അലുമിനോഫെറേറ്റ് ഒന്ന് നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ച് വെക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈൽസ് ഹാവിങ് സെമി സർക്കുലാർ കൊറിഗേഷൻസ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ? ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻസ് ബേസ് ചെയ്തിട്ട് സെമി സർക്കുലാർ ബേസിസിൽ വരുന്നത് താഴെ പറയുന്നതിൽ ഏത് എന്നുള്ള രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സെമി സർക്കുലാർ ടൈൽസ് അല്ലെങ്കിൽ നമുക്ക് കൺട്രി ടൈൽസ് അതുമല്ലെങ്കിൽ ലോക്കിംഗ് ടൈൽസ് എന്നൊക്കെ പറയുന്നത് പോട്ട് ടൈൽസിനെയാണ്. ഏതിനെയാണ്? പോട്ട് ടൈൽസ് ആണ് വരുന്നത്. ഒന്നുകൂടെ പറയാം, അതിനെ സെമി സർക്കുലാർ ടൈൽസ്, കൺട്രി ടൈൽസ് അല്ലെങ്കിൽ ലോക്കിംഗ് ടൈൽസ് എന്നുകൂടെ പറയാറുണ്ട്. ഇതിൻ്റെ ഓവർലാപ്പിംഗ് ലെങ്ത് എന്ന് പറയുന്നത് ആ എഡ്ജസിൽ നിന്ന് 80 mm ആണ് വരുന്നത്. അതുപോലെ പാൻ ടൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു പാൻ ഷേപ്പ് അല്ലെങ്കിൽ കർവ് കുറവായിരിക്കും പാൻ ടൈലിന്. പിന്നെ ഈ ഒരു പാറ്റേൺ ടൈൽ എന്ന് പറയുന്നത് മാംഗ്ലൂർ ടൈൽസ് ആണ്. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാംഗ്ലൂർ ടൈൽസ് ആണ്. 1 മീറ്റർ സ്ക്വയറിൽ 15 അല്ലെങ്കിൽ 16 മാംഗ്ലൂർ ടൈൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ടൈൽ ചെയ്തെടുക്കുന്ന ഫർണസിനെയാണ് നമ്മൾ സിയാൽകോട്ട് ഫർണസ് എന്ന് പറയുന്നത്. സിയാൽകോട്ട് ഫർണസ് അത് 1300 ഡിഗ്രി സെൽഷ്യസിലാണ് 72 hours ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിലൊന്ന് അറിഞ്ഞിരിക്കാം. In ordinary Portland cement compounds in decreasing the order of percentage composition. ഡിക്രീസിങ് ഓർഡറിൽ ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ്, ഫെലൈറ്റ് എന്നാണ്. അത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ എന്താണ് വരുന്നത്? ഏറ്റവും കുറവ് C4AF, രണ്ടാമത് C3A, പിന്നെ C2S, C3S. ഡിക്രീസിങ്ങിൽ നിന്ന് ഇൻക്രീസിങ് ഓർഡർ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ.
ഇനി ഇതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ട്, റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ട്. ഇതും ഒന്ന് നന്നായിട്ട് നോക്കി വെക്കാം, മാറിപ്പോവരുത്. കാരണം റേറ്റ് ഓഫ് ഹൈഡ്രേഷനൊക്കെ വരുന്ന സമയത്ത് C4AFനായിരിക്കും ഗ്രേറ്റർ വാല്യൂ വരുന്നത്, അതിനുശേഷം C3A, C3S, C2S. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻസ് വരുന്ന സമയത്ത് C3Aക്കായിരിക്കും ഗ്രേറ്റർ വാല്യൂ, അതിനുശേഷം C3S, C4AF, C2S. രണ്ടിലും C2S ആയിരിക്കും ഏറ്റവും ലോ.